നമസ്കാരം. എന്തായി പെണ്ണാൻ പോയിട്ട്? പെണ്ണാൻ പോയിട്ട് ഹാപ്പിയാണ്. പക്ഷെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് ഉള്ളില്. പ്രസവിച്ചെടുക്കണോ പെണ്ണ്? അല്ല, എന്താണ് പറ്റിയത്? എന്താണ്? ഞാൻ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോയി. അപ്പൊ അവിടെ ചെന്നപ്പോ പെൺകുട്ടി എന്റെ പാട്ട് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. നമ്മുടെ പരിപാടി സ്ഥിരം കാണുന്ന പെൺകുട്ടിയാണ്. നമ്മുടെ പരിപാടി കാണുന്ന ഒരു കുട്ടി വേണം അമ്മാവ കല്യാണം കഴിക്കാൻ. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് അവിടെ വെച്ച് പാടണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. അയ്യോ. അപ്പൊ ഞാനത് പാടുകയും ചെയ്ത്. പാട്ട് കഴിഞ്ഞപ്പോ അവക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അവക്കടെ ആങ്ങളക്ക് അത് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പെണ്ണിന്റെ ആങ്ങളേക്ക് ശിവന് ഇഷ്ടപ്പെട്ടില്ല. ശിവൻ അല്ല, അത് നിങ്ങൾ ഏത് പാട്ടാ അവിടെ പാടിയത്? നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പാടുന്ന ആളല്ലേ. ശിവൻ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഏത് പാട്ടാ അത്? അല്ല, ആ പാട്ട് ഞാൻ ഇനി ഇവിടെ പാടൂല. അയ്യോ. അവിടെ പോയാൽ നടന്ന സംഭവം ഞാൻ ഒരു പാട്ടിലൂടെ വേണമെങ്കിൽ സംഭവം അവതരിപ്പിക്കാം. ഞാനപ്പോ ഈ കേസ് വീടിന്റെ അടുത്തുള്ള ദേവന്റെ വീട്ടിലും കൂടി ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. അതും കൂടി ഈ പാട്ടിൽ പറഞ്ഞോ? അതും കൂടി കയറ്റിയൊക്കെ. ദേവനന്ദിയേ സാന്ദ്രമോളെ, എൻ്റെ വിവാഹ ഡേറ്റിങ് അടുത്തു കേട്ടോ. ദേവനന്ദിയേ സാന്ദ്രമോളെ, എൻ്റെ വിവാഹ ഡേറ്റിങ് അടുത്തു കേട്ടോ. പട്ടണക്കാടുള്ള 10 സെന്റിൽ പാർക്കും. പട്ടണക്കാടുള്ള 10 സെന്റിൽ പാർക്കും. 10 മാറ്റുള്ള പെണ്ണൊരുത്തി. ദേവനന്ദിയേ സാന്ദ്രമോളെ. നീരജ് മാധവ് ചെയ്ത പടത്തിലെ സോങ് ഒന്നു പാടാൻ പറഞ്ഞു പെണ്ണ്. പിച്ചൗട്ടു പിടിക്കാത്ത സംഗതി അറിയാത്ത പെണ്ണാണെന്നോർത്തപ്പോൾ ആശ്വാസമാ. ശിവനെന്ന പെണ്ണിൻ്റെ ആങ്ങള ചൊല്ലി. ശിവനെന്ന പെണ്ണിൻ്റെ ആങ്ങള ചൊല്ലി. വെള്ളിപ്പാട്ടാണല്ലോ പൊന്നളിയ. ദേവനന്ദിയേ സാന്ദ്രമോളെ, എൻ്റെ വിവാഹ ഡേറ്റിങ് അടുത്തു കേട്ടോ. പട്ടണക്കാടുള്ള 10 സെന്റിൽ പാർക്കും. പട്ടണക്കാടുള്ള 10 സെന്റിൽ പാർക്കും. 10 മാറ്റുള്ള